എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ VSൻ്റെ യുഗം അവസാനിച്ചു കഴിഞ്ഞു. ഇനി CPMൻ്റെ നാളെയുള്ള പ്രവർത്തനങ്ങൾ എന്തായിരിക്കുമെന്ന് ഒരുവിധം ജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അണയാൻ പോണ ദീപം ആളിക്കത്താറുണ്ടെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതാണിപ്പോൾ CPM എന്ന പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുത. എന്നും ചെങ്കോലും സിംഹാസനവും കയ്യിലുണ്ടായിരിക്കും. ആ ഒരു ഹുങ്കിൽ എന്തും കാട്ടിക്കൂട്ടാം എന്നുള്ളൊരു ധാരണ ഒരു ചില നേതാക്കളിൽ കടന്നുകൂടിയതാണ് ഈ പാർട്ടിയെ ഇത്തരൊരു ശോചനീയമായ നിലയിൽ എത്തിച്ചത്. രണ്ടാം പിണറായി സർക്കാർ എന്ന് സത്യപ്രതിജ്ഞ ചെയ്തോ അന്ന് തുടങ്ങി CPMൻ്റെ മൂല്യങ്ങളെ തകർത്ത് മണ്ണിൻ്റെ ഉള്ളിൽ കുഴിച്ചുമൂടാൻ ഉള്ള ശ്രമം അന്നു മുതലേ തുടങ്ങിക്കഴിഞ്ഞു. ഇഷ്ടക്കാരെ ഇഷ്ടമുള്ളിടത്ത് തിരികെ കയറ്റാനും ഇഷ്ടക്കാരെ എന്തു തോന്നിയാസം ചെയ്യിക്കാനും ആരെയും എന്തു ചെയ്യാനുമുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയ ഈ പാർട്ടി ഇന്ന് എത്ര കണ്ട് തരം താഴ്ന്നിരിക്കുന്നുവെന്ന് എല്ലാ പാർട്ടിക്കാരും മനസ്സിലാക്കുന്നു. EMSൻ്റെയും നൈനാറിൻ്റെയും എന്തിനു വേണ്ടി VSൻ്റെയും അതിനു മുമ്പുള്ള പലരുടെയും പ്രവർത്തനങ്ങളും ശൈലികളും എല്ലാം ഇപ്പോൾ വിസ്മരിക്കപ്പെട്ടു കഴിഞ്ഞു. അവരെയെല്ലാം നോക്കിക്കൂത്തികളായി അവരുടെ മൂല്യങ്ങളെ കാറ്റിൽ പറത്തി ഈ പാർട്ടിയെ ഇത്ര ശോചനീയമായ അവസ്ഥയിൽ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ആരും നെഞ്ചും നിളഞ്ഞ് ഏറ്റെടുക്കാനില്ല. അവർക്കറിയാം അവരുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല. അതിനുള്ള ശക്തി അവർക്കില്ല. ആ ശക്തി ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു. യാതൊരു കടപ്പാടും യാതൊരു കഴിവുകളും യാതൊരു ഭരണചാതുര്യവുമില്ലാത്ത പലരെയും പല സ്ഥാനങ്ങളിൽ മന്ത്രിമാരായിട്ടും പലതുമായി നിയമിച്ച് അവരുടെ ഇഷ്ടാനുസരണം എന്തും ചെയ്യാനുള്ള ഒരു സംവിധാനം പിണറായിയുടെ രണ്ടാം മന്ത്രിസഭയിൽ ഒരുക്കിക്കൊടുത്തു. ഇന്ന് മനുഷ്യൻ കഷ്ടപ്പെടുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ രണ്ടാം മന്ത്രിസഭയ്ക്കാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. മാന്യമായി തെറ്റില്ലാത്ത രീതിയിൽ ഒരു ഭരണം കാഴ്ചവെച്ച ഒന്നാം പിണറായി സർക്കാർ അതിന് മൊത്തം തകിടം മറിച്ച് അതിന് മൊത്തം നശിപ്പിച്ച് തകർത്ത് നാരായണക്കല്ലാക്കിയതിന് ശേഷം ഒരു അറിവും പരിചയമില്ലാത്തവർ പിടിച്ചൊരു മന്ത്രിസഭ ഉണ്ടാക്കി കോലാഹലങ്ങളാക്കി നല്ല രീതിയിൽ എല്ലാത്തിനും മങ്ങലേൽപ്പിച്ച് മനുഷ്യനെ വിലക്കയറ്റത്തിലും മറ്റിലും വീർപ്പം മുട്ടിപ്പിച്ച് പട്ടിണിപ്പാവങ്ങളാക്കി മാറ്റി. മന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകളെ ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അവർ അവരുടെ സ്വന്തം കാര്യങ്ങളെ മാത്രം നോക്കുകയും അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടത് എന്തും ചെയ്തു കൊടുക്കാനുമുള്ള ഒരു ഭരണ സംവിധാനമായി മാറ്റിയെടുത്തു. അതിന് എല്ലാവരുടെയും ഗ്രീൻ സിഗ്നൽ അവരുടെ എല്ലാവരുടെയും ഒത്താശകളും അവർക്കുണ്ടായി. മാന്യമായി സ്വന്തം ജോലി നല്ല രീതിയിൽ ചെയ്ത നവീൻ ബാബുവിനെ പോലുള്ളവർ പലർക്കും ഈ ലോകത്തു നിന്ന് നിഷ്കാസനം ചെയ്തു. അതിനുള്ള കാരണക്കാരെ ഇന്നും പാർട്ടിക്കാർ സംരക്ഷിച്ചു പോകുന്നു. അങ്ങനെ പലരെയും നിഷ്കാസനം ചെയ്ത ഒരു പാർട്ടിയായി ഇന്ന് CPM മാറിക്കഴിഞ്ഞു. അവസാനം ഉണ്ടായിരുന്ന
ഒരു ബാക്ക് ബോൺ എന്ന് പറയാം, ഒരു തൂണെന്ന് പറയാം, ഒരു സ്തംഭമെന്ന് പറയാം. അതായിരുന്നു VS. അദ്ദേഹത്തിൻ്റെ സമയവും കഴിഞ്ഞു. അദ്ദേഹത്തിന് എങ്ങനെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്താനും അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളെ എങ്ങനെ മണ്ണിൽ കുഴിച്ചുമിടാനും എങ്ങനെ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചായിരുന്നു ഇന്നത്തെ പാർട്ടിക്കാർ പ്രവർത്തിച്ചത്. ഇൻഡിപെൻഡൻ്റായിട്ട് എത്രയോ നല്ല കഴിവുള്ള മന്ത്രിമാർ നൈനാർ മുതൽ അച്യുതാനന്ദൻ വരെ ഉണ്ടായ ആ ഭരണത്തിനും അതിൻ്റെ മികവിലും 1% പോലും അടുത്തെത്താൻ സാധിക്കാതായിപ്പോയി ഈ രണ്ടാം പിണറായിയുടെ മന്ത്രിസഭ. അതിലൊരു രീതിയിലും ഒരു വ്യക്തിത്വമോ ഒരു കഴിവോ കാണിക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടം നയിക്കുന്ന മന്ത്രിസഭയായി തരം താഴ്ന്നു പോയി. ഇതിലും ഏറ്റവും കഷ്ടമാണ് ഒരു CPI എന്ന് പറഞ്ഞൊരു മറ്റൊരു പ്രസ്ഥാനം. സ്വന്തമായി യാതൊരു ഇതുമില്ലാതെ എന്തും ആർക്കും ആകാം ആ പാർട്ടിയിലും ഒരു ഉറച്ച തീരുമാനമെടുക്കാതെ തൻ്റെ ഇടമായുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നത് CPIയുടെയും ഒരു ഗതികേടായിപ്പോയി. അവരും ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ടതായിരുന്നു. ഇനിയും ശേഷിക്കുന്ന എണ്ണപ്പെട്ട നാളുകൾക്കുള്ളിൽ ഒരു തീരുമാനമെടുത്ത് അതിന് ഒരു പുതുജീവൻ നൽകാൻ CPI ശ്രമിച്ചാലും അത് അല്ലെങ്കിൽ അതും അതിൻ്റെ അവസാനവും അത്ര വിദൂരമല്ല. തെറ്റുകളെ തിരിച്ചറിയുക, അപാകതകളെ തിരിച്ചറിയുക, അതിന് പുതിയ ഊർജം കൊടുക്കുക, പുതിയൊരു ദിശ ഓപ്പൺ ചെയ്യുക, സഹകരണത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ആർജവം എല്ലാ നേതാക്കളിലും ഉണ്ടെങ്കിലും അതിന് പ്രായോഗികമാക്കാൻ ചില നേതാക്കന്മാർ തടസ്സം സൃഷ്ടിക്കുന്നു. CPIയും ഒരു തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് തിരിയേണ്ട സമയം ആണ് ഇത് എന്നിവിടെ നിന്ന് ഓർക്കുക. ഇനി കൂടുതൽ നമുക്ക് ഈ ഭരണത്തെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്സ് കാണിച്ച് എന്ത് നേടിയെടുക്കാമെന്ന് കരുതണ്ട. ഒരു മുഖപ്രസംഗം എഴുതുന്ന ഒരു പത്രവും എന്തും വിളിച്ചു പറയാവുന്ന ഒരു ചാനലും കുറേ സോഷ്യൽ മീഡിയ ആൾക്കാരും കുറേ എന്തോ ഒരു ടീമുണ്ടല്ലോ എന്തിനേയും വാഴ്ത്തുപാട്ടുകൾ പാടുന്നതുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഇനി രക്ഷപ്പെടാൻ പറ്റില്ല. അതിൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഈ അണയാൻ പോകുന്ന ദീപം ആളിക്കത്തുന്നത് പോലെ ആളിക്കത്തുന്നതിൻ്റെ അടുത്ത പടി അത് അണയുകയാണ്. എന്നാൽ ചുരുക്കം ചില നാളുകളുണ്ട് തെറ്റിനെ മനസ്സിലാക്കി ഒരു പശ്ചാത്താപ മനോഭാവം ഓരോ നേതാക്കന്മാരുടെ മനസ്സിലുണ്ടായാൽ നന്നായി. ചെങ്കോലും കിരീടവും ഒരു ചക്രവർത്തിമാരും മരണകാലവും സ്വന്തമാക്കിയില്ല. അങ്ങനെ ഉണ്ടാക്കിയവർ അവസാനം അലക്സാണ്ടർ ദി ഗ്രേറ്റ് ചെയ്തതുപോലെ ആ ശവപ്പെട്ടിയിൽ നിന്ന് 2 കൈയും വിട്ട് ഞാനിവിടെ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല, ഈ കാട്ടിക്കൂട്ടി സമ്പാദിക്കുന്നതും ഈ കോടികളും ഇതൊന്നും നമ്മുടെ ഒപ്പം ഉണ്ടാകില്ല, ബട്ട് അത് പാവപ്പെട്ടവർക്ക് വേണ്ടി ആയിരിക്കണം അതൊക്കെ ഉപയോഗിക്കേണ്ടതായി. ഇനിയെങ്കിലും ചെയ്ത തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്കൊരു പുനർജന്മം ഉണ്ടായിക്കൂടുന്നില്ല. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.